വരുമാന വർധനയ്ക്ക് പുതിയ മാർഗങ്ങൾ തേടി കെ.എസ്.ആർ.ടി.സി. ബസ് സ്റ്റേഷനുകൾ ബ്രാൻഡിങ്ങിന് വിട്ടു നൽകാൻ നിർദ്ദേശം. സംസ്ഥാനത്തെ 93 ഡിപ്പോകളും ബ്രാൻഡിങ്ങിനായി വിട്ടു നൽകും. ഇതിനായി കെ.എസ്.ആർ.ടി.സി. താൽപര്യപത്രം ക്ഷണിച്ചു. സർക്കാർ സഹായം കൂടാതെ ജീവനക്കാരുടെ ശമ്പളവും ഇന്ധനച്ചെലവുമെല്ലാം കണ്ടെത്തുന്നതിന് കെ.എസ്.ആർ.ടി.സിക്ക് വരുമാനം വർദ്ധിപ്പിച്ചേ മതിയാകൂ. ഇതിന്റെ ഭാഗമായാണ് ബസ് സ്റ്റേഷനുകൾ കമ്പനികളുടെയും സ്ഥാപനങ്ങളുടെയും പരസ്യം പതിക്കുന്നതിന് വിട്ടു നൽകുന്നത്. സ്റ്റേഷനുകളുടെ പുറംഭാഗം, പ്ലാറ്റ്ഫോമുകൾ, മറ്റ് പൊതുവിടങ്ങൾ എന്നിങ്ങനെ യാത്രക്കാരുടെ കാഴ്ച പതിയുന്ന ഇടമെല്ലാം പരസ്യത്തിന് വിട്ടു നൽകാനാണ് തീരുമാനം. സംസ്ഥാനത്തെ 93 ഡിപ്പോകളിലും ഇത്തരത്തിൽ ബ്രാൻഡിംഗ് ആകാം. കേരളത്തിൽ ഓഫീസുള്ളതും നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തതുമായ കമ്പനികൾക്ക് മാത്രമായിരിക്കും ബ്രാൻഡിങ്ങിന് അനുമതി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോ മറ്റ് ഏജൻസികളോ കരിമ്പട്ടികയിൽപ്പെടുത്തിയ കമ്പനികളെ പരിഗണിക്കരുതെന്നാണ് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ കർശന നിർദ്ദേശം. കെ.എസ്.ആർ.ടി.സി. ലോഗോ ഉൾപ്പെടുത്തിയാകും ബ്രാൻഡിംഗ്. സ്റ്റേഷന്റെ ഉള്ളിൽ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന ഇടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം കൂടി ബ്രാൻഡിംഗ് ചെയ്യുന്ന കമ്പനികൾക്കായിരിക്കും ഉണ്ടാവുക. ഇതിനുള്ള താൽപര്യപത്രം കെ.എസ്.ആർ.ടി.സി. ക്ഷണിച്ചു. ഡിസംബർ 6 വരെ അപേക്ഷിക്കാം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.